ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിത്ത് PSC. CPO അഥവാ പോലീസ് കോൺസ്റ്റബിൾ എക്സാമിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ്, ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഇത് 2023 നടന്ന പരീക്ഷയിലെ 20 സ്പെഷ്യൽ ടോപ്പിക്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ വാക്യങ്ങളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ഡി, ഒന്നും ശരിയല്ലേ? ഒന്നും ശരിയല്ല. അപ്പോൾ ഈ തന്നിരിക്കുന്ന പ്രസ്താവനകളൊന്നും ശരിയല്ലാത്തതാണ് കേട്ടോ. അപ്പോൾ ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ചെയ്യുന്ന പ്രവൃത്തി കുറ്റകരമല്ല. വരാനിരിക്കുന്ന ദ്രോഹത്തെക്കുറിച്ചുള്ള അറിവോടെയും എന്നാൽ ക്രിമിനൽ ഉദ്ദേശമില്ലാതെയും ദോഷം തടയുന്നതിനുമായി നല്ല വിശ്വാസത്തോടെ ചെയ്യുന്ന ഒരു പ്രവൃത്തി കുറ്റകരമല്ല. ഇത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കീഴിലാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. ഭ്രാന്തമായ മനസ്സുള്ള ഒരു വ്യക്തി ചെയ്യുന്ന പ്രവൃത്തി കുറ്റം ചെയ്യപ്പെടുന്ന സമയത്ത് അവൻ്റെ മാനസികാവസ്ഥ എന്തായിരുന്നാലും കുറ്റമല്ല. അപ്പം ഇവിടെ ഈ വാക്യങ്ങളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ഡി, ഒന്നും ശരിയല്ല. അപ്പം മുകളിൽ കൊടുത്തിരിക്കുന്ന 3 പ്രസ്താവനകളും ശരിയല്ല. എന്താണ് സ്ത്രീധന മരണം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. സ്ത്രീധനവുമായി ബന്ധപ്പെട്ട പീഡനത്തിൻ്റെയും ക്രൂരതയുടെയും പേരിൽ വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിൽ ഒരു സ്ത്രീയുടെ മരണം സാധാരണഗതിയിൽ അല്ലാത്ത വിധത്തിൽ സംഭവിക്കുകയാണെങ്കിൽ അത് സ്ത്രീധന മരണമായി കണക്കാക്കപ്പെടുന്നു. അപ്പം എന്താണ് സ്ത്രീധന മരണം? എന്താണ്? സ്ത്രീധനവുമായി ബന്ധപ്പെട്ട പീഡനത്തിൻ്റെയും ക്രൂരതയുടെയും പേരിൽ വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിൽ ഒരു സ്ത്രീയുടെ മരണം സാധാരണഗതിയിൽ അല്ലാത്ത വിധത്തിൽ സംഭവിക്കുകയാണെങ്കിൽ അത് സ്ത്രീധന മരണമായി കണക്കാക്കപ്പെടുന്നു. ഇവയിൽ ഏതാണ് ശരി? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. വിവാഹിതയായ സ്ത്രീയുടെ മാന്യതയെ അപമാനിക്കുന്നത് IPC പ്രകാരം കുറ്റകരമാണ്. ഇവയിൽ ഏതാണ് ശരി? ശരിയായ പ്രസ്താവന, വിവാഹിതയായ സ്ത്രീയുടെ മാന്യതയെ അപമാനിക്കുന്നത് IPC പ്രകാരം കുറ്റകരമാണ്. കോമളം തൻ്റെ മാല പ്രിയ സുഹൃത്തായ ജാനകിക്ക് പണയം വെച്ചതിന് ശേഷം അവരുടെ സമ്മതം കൂടാതെയും പണയപ്പണം തിരിച്ചു നൽകാതെയും പണയവസ്തു എടുത്തുകൊണ്ടുപോയി. IPC പ്രകാരം ഏത് കുറ്റമാണ് കോമളം ചെയ്തത്? ഓപ്ഷൻ ബി, മോഷണം. കോമളം തൻ്റെ മാല പ്രിയ സുഹൃത്തായ ജാനകിക്ക് പണയം വെച്ചതിന് ശേഷം അവരുടെ സമ്മതം കൂടാതെയും പണയപ്പണം തിരിച്ചു നൽകാതെയും പണയവസ്തു എടുത്തുകൊണ്ടുപോയി. IPC പ്രകാരം ഏത് കുറ്റമാണ് കോമളം ചെയ്തത്? മോഷണം. അതിത് വായിക്കുമ്പോൾ തന്നെ, ഈ ഒരു ചോദ്യം വായിക്കുമ്പോൾ തന്നെ അത് മോഷണമാണെന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും അല്ലേ? കുറ്റകൃത്യത്തിൻ്റെ വ്യാഖ്യാനം എന്താണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. പ്രാബല്യത്തിലുള്ള ഏതെങ്കിലും നിയമത്താൽ ശിക്ഷാർഹമായ പ്രവൃത്തി അല്ലെങ്കിൽ ഒഴിവാക്കൽ എന്നതിനെ കുറ്റകൃത്യം എന്ന് വിളിക്കുന്നു. കുറ്റകൃത്യത്തിൻ്റെ വ്യാഖ്യാനം എന്താണ്? പ്രാബല്യത്തിലുള്ള ഏതെങ്കിലും നിയമത്താൽ ശിക്ഷാർഹമായ പ്രവൃത്തി അല്ലെങ്കിൽ ഒഴിവാക്കൽ എന്നതിനെ കുറ്റകൃത്യം എന്ന് വിളിക്കുന്നു. സ്വകാര്യ വ്യക്തിയെ കൊണ്ട് അറസ്റ്റ് ചെയ്യാവുന്ന സാഹചര്യങ്ങൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം ആവശ്യമാണ്. സ്വകാര്യ വ്യക്തിയെ കൊണ്ട് അറസ്റ്റ് ചെയ്യാവുന്ന സാഹചര്യങ്ങൾ: ഒരു വ്യക്തി ഒരു സ്വകാര്യ വ്യക്തിയുടെ മുമ്പാകെ ജാമ്യമില്ലാ കുറ്റം ചെയ്യുക. ഒരു വ്യക്തി ഒരു സ്വകാര്യ വ്യക്തിയുടെ മുമ്പാകെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന കുറ്റം ചെയ്യുക. കുറ്റവാളിയായി പ്രഖ്യാപിച്ച വ്യക്തി. സ്വകാര്യ വ്യക്തിയെ കൊണ്ട് അറസ്റ്റ് ചെയ്യാവുന്ന സാഹചര്യങ്ങൾ: ഒരു വ്യക്തി ഒരു സ്വകാര്യ വ്യക്തിയുടെ മുമ്പാകെ ജാമ്യമില്ലാ കുറ്റം ചെയ്യുക. ഒരു വ്യക്തി ഒരു സ്വകാര്യ വ്യക്തിയുടെ മുമ്പാകെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന കുറ്റം ചെയ്യുക. കുറ്റവാളിയായി പ്രഖ്യാപിച്ച വ്യക്തി. ക്രിമിനൽ നടപടിക്രമ കോഡ് പ്രകാരം ഇൻക്വസ്റ്റ് നടത്താൻ ഏതൊക്കെ മജിസ്ട്രേറ്റിന് അധികാരം ഉണ്ട്? ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞതെല്ലാം. ജില്ലാ മജിസ്ട്രേറ്റ്, സബ്
സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ്. ഇതിനായി സംസ്ഥാന സർക്കാരോ ജില്ലാ മജിസ്ട്രേറ്റോ പ്രത്യേകം അധികാരപ്പെടുത്തിയ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്. ക്രിമിനൽ നടപടി ക്രമ കോഡ് പ്രകാരം ഇൻക്വിസ്റ്റ് നടത്താൻ ഏതൊക്കെ മജിസ്ട്രേറ്റിന് അധികാരം ഉണ്ട്? ജില്ലാ മജിസ്ട്രേറ്റ്, സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ്. ഇതിനായി സംസ്ഥാന സർക്കാരോ ജില്ലാ മജിസ്ട്രേറ്റോ പ്രത്യേകം അധികാരപ്പെടുത്തിയ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്. ടൈപ്പ്റൈറ്റർ വിദഗ്ധന്റെ അഭിപ്രായ പ്രകാരം ഇന്ത്യൻ തെളിവ് ആക്ട് 1872 പ്രകാരം സ്വീകാര്യമാണ്. ഈ നിഗമനത്തിലെത്താൻ കോടതി അംഗീകരിച്ച യുക്തി എന്ത്? ഓപ്ഷൻ ഡി ഉത്തരം എ ആൻഡ് ബി. ടൈപ്പ് റൈറ്റിംഗ് കൈയക്ഷരത്തിൻ്റെ പരിധിയിൽ വരുന്നു. ടെലിഗ്രാഫ് എന്നതിന് കീഴിൽ ടെലഫോൺ വരും. ടൈപ്പ് റൈറ്റർ വിദഗ്ധന്റെ അഭിപ്രായം ഇന്ത്യൻ തെളിവ് ആക്ട് 1872 പ്രകാരം സ്വീകാര്യമാണ്. ഈ നിഗമനത്തിലെത്താൻ കോടതി അംഗീകരിച്ച യുക്തി എന്ത്? ടൈപ്പ് റൈറ്റിംഗ് കൈയക്ഷരത്തിൻ്റെ പരിധിയിൽ വരുന്നു. ടെലഗ്രാഫ് എന്നതിന് കീഴിൽ ടെലഫോൺ വരും. ഇന്ത്യൻ തെളിവ് ആക്ടുമായി ബന്ധപ്പെട്ട് ഈ പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം തെറ്റാണ് കേട്ടോ. ഈ തന്നിരിക്കുന്ന പ്രസ്താവനകളെല്ലാം തെറ്റാണ്. അപ്പോൾ തെറ്റായ പ്രസ്താവനകളൊന്ന് നോക്കാം ഏതൊക്കെയാണെന്ന്. ഇന്ത്യൻ തെളിവ് നിയമം ഒരു നടപടിക്രമമല്ല. ഇന്ത്യൻ പാർലമെന്റാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രതികളുടെ അവകാശങ്ങൾ വ്യക്തമാക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഇന്ത്യൻ തെളിവ് ആക്ടുമായി ബന്ധപ്പെട്ട് ഈ പ്രസ്താവനകളിൽ ഏതാണ് ശരി? മുകളിൽ പറഞ്ഞവയെല്ലാം തെറ്റാണ്. കമ്മ്യൂണിറ്റി പോലീസിംഗ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻ സി ക്രമസമാധാനം മെച്ചപ്പെട്ട രീതിയിൽ നടപ്പിലാക്കാൻ പ്രാദേശിക സമൂഹത്തിൻ്റെ സഹായം തേടുന്ന പോലീസ്. കമ്മ്യൂണിറ്റി പോലീസിംഗ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ക്രമസമാധാനം മെച്ചപ്പെട്ട രീതിയിൽ നടപ്പിലാക്കാൻ പ്രാദേശിക സമൂഹത്തിൻ്റെ സഹായം തേടുന്ന പോലീസ്. കേരള പോലീസ് ആക്ട് പ്രകാരം പോലീസിൻ്റെ ചുമതലകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ സി റോഡുകൾ, റെയിൽവേ, പാലങ്ങൾ, സുപ്രധാന സ്ഥാപനങ്ങൾ എന്നിവയുൾപ്പെടെ എല്ലാ പൊതു സ്വത്തുക്കളും സംരക്ഷിക്കല്. കേരള പോലീസ് ആക്ട് പ്രകാരം പോലീസിൻ്റെ ചുമതലകൾ ഏതൊക്കെയാണ്? റോഡുകൾ, റെയിൽവേ, പാലങ്ങൾ, സുപ്രധാന സ്ഥാപനങ്ങൾ എന്നിവയുൾപ്പെടെ എല്ലാ പൊതു സ്വത്തുക്കളും സംരക്ഷിക്കല്. ഈ പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. സംസ്ഥാനത്തെ പോലീസിൻ്റെ പ്രവർത്തനത്തിന് പൊതുവായ നയമാർഗനിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നതിന് കേരള പോലീസ് ആക്ട് 2011 സംസ്ഥാന സുരക്ഷാ കമ്മീഷൻ വിഭാവനം ചെയ്യുന്നു. ഈ പ്രസ്താവനകളിൽ ഏതാണ് ശരി? സംസ്ഥാനത്തെ പോലീസിൻ്റെ പ്രവർത്തനത്തിന് പൊതുവായ നയമാർഗനിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നതിന് കേരള പോലീസ് ആക്ട് 2011 സംസ്ഥാന സുരക്ഷാ കമ്മീഷൻ വിഭാവനം ചെയ്യുന്നു. നാർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് നിലവിൽ വന്ന വർഷം ഏത്? ഓപ്ഷൻ സി 1985. നാർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ്? 1985. നാർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം എത്ര? ഓപ്ഷൻ ബി 20. നാർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം എത്ര? 20. IT ആക്ട് നിലവിൽ വന്ന വർഷം ഏത്? ഓപ്ഷൻ ഡി 17/10/2000. IT ആക്ട് നിലവിൽ വന്ന വർഷം ഏത്? 17/10/2000. IT ആക്ടിൽ സൈബർ ടെററിസം എന്നതിനെ പ്രതിപാദിക്കുന്ന വകുപ്പ് ഏത്? ഓപ്ഷൻ ഡി 66F. IT ആക്ടിൽ സൈബർ ടെററിസം എന്നതിനെ പ്രതിപാദിക്കുന്ന വകുപ്പ് ഏത്? 66F. പോക്സോ നിയമപ്രകാരം കുട്ടി എന്ന് കണക്കാക്കപ്പെടുന്നത് ആരെ? ഓപ്ഷൻ എ 18 വയസ്സിൽ താഴെ. പോക്സോ നിയമപ്രകാരം കുട്ടി എന്ന് കണക്കാക്കപ്പെടുന്നത് ആരെയാണ്? 18 വയസ്സിൽ താഴെയുള്ളവർ.
പോക്സോ നിയമം അവസാനമായി ഭേദഗതി വരുത്തിയ വർഷം ഏത്? ഓപ്ഷൻ സി 2019. പോക്സോ നിയമം അവസാനമായി ഭേദഗതി വരുത്തിയ വർഷം ഏതാണ്? 2019. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ താഴെ പറയുന്നവരിൽ നൽകുന്നത് ആർക്ക്? ഓപ്ഷൻ ബി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ താഴെ പറയുന്നവരിൽ നൽകുന്നത് ആർക്ക്? ആർക്കാണ്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയ്ക്ക് നൽകേണ്ട ഫീസ്? ഓപ്ഷൻ എ 10 രൂപ. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയ്ക്ക് നൽകേണ്ട ഫീസ് 10 രൂപ. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ സ്റ്റഡി വിൻ PSCയുടെ ടെലഗ്രാം ചാനലിലും എല്ലാവരും ജോയിൻ ചെയ്യുക കേട്ടോ. ഇപ്പോൾ ഒരു കുറച്ച് ദിവസത്തേക്ക് ഇന്ത്യയിൽ മുഴുവൻ ടെലഗ്രാം ബാനാണ്, അതുകൊണ്ട് ജോയിൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ഓക്കെ, അപ്പം അതെല്ലാം മാറിക്കഴിയുമ്പോൾ എല്ലാവരും ടെലഗ്രാം ചാനലിലും കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. കാരണം ടെലഗ്രാം ചാനലിൽ പ്രധാനപ്പെട്ട നോട്ട്സുകളൊക്കെ കൊടുക്കുന്നുണ്ട്, പ്രധാനപ്പെട്ടത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു കേട്ടോ. ഓക്കെ, താങ്ക് യു.